ഷഫീദ്, ഈ അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നതിന്റെ സൂചനയാണോ ഇന്നത്തെ ഈ യോഗം? എൻ വാസു അതുപോലെ തന്നെ എ പത്മകുമാർ എന്നീ മുൻ പ്രസിഡന്റുമാരിലേക്ക് അന്വേഷണം പോകുന്നു. അവരെ ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജി.കെ. വളരെ ഗൗരവത്തിലുള്ള ചില പരാമർശങ്ങളായിരുന്നു ഇന്നലെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പ്രത്യേകിച്ച് SITയുടെ അന്വേഷണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി 2020 നിലവിലത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഈ SIT അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പ്രധാനികളെല്ലാം പങ്കെടുത്തിരുന്നു. ഇനിയുള്ള അന്വേഷണം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലാണ് ധാരണയായത്. അപ്പോൾ തന്നെയാണ് ഇതിന്റെ കോൺസ്പിറസി ഗൂഢാലോചന സംബന്ധിച്ച് ദേവസ്വം അന്നത്തെ 2019 ദേവസ്വം ഭാരവാഹികളെ അടക്കം ചോദ്യം ചെയ്ത നീക്കത്തിലേക്ക് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. എ പത്മകുമാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ കസ്റ്റഡിയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പമ്പയിലേക്ക് അടക്കമുള്ള തെളിവെടുപ്പ് അതും തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ പറഞ്ഞ പേരുകളല്ലാതെ 2025 ദേവസ്വം അല്ലെങ്കിൽ പുതിയ ദേവസ്വം ഭാരവാഹികളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും SIT നടത്തി വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ മിനിറ്റ്സിലെ അപാകത, അതേപോലെ തന്നെ ഇതിന് അനുമതി കൊടുക്കാനുള്ള തിടുക്കം, അതടക്കമുള്ള കാര്യങ്ങളിലാണ് SITയുടെ ഇപ്പോഴത്തെ അന്വേഷണം പുരോഗമിക്കുന്നത്. ജി.കെ. ഷഫീദ്, ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ 2025 വീണ്ടും ഈ സ്വർണം പൂശാൻ വേണ്ടി നൽകുമ്പോൾ അത് ചെമ്പുപാളിയായി രേഖപ്പെടുത്തി അതിലെ വീഴ്ചകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ ഇപ്പോൾ കോടതിയുടെ നേരത്തെ പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനെ കൂടി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയുണ്ടോ? ജി.കെ. ഉറപ്പായിട്ടും അങ്ങനെ ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള കാര്യം ഒരു അനാവശ്യ തിടുക്കം 2025 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും കൊണ്ടുപോകുന്നതിൽ അതിന് തീരുമാനമെടുക്കുന്നതിൽ ആലോചന നടക്കുന്നതിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തൽ കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അത് ഈ അന്വേഷണ സംഘം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ ആ നീക്കം. അത് വളരെ ഗൗരവത്തിൽ കോടതി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഈ പുതിയ അതായത് ഇപ്പോഴത്തെ ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം SIT ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ചില രേഖകളടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ 1998-99 കാലത്ത് നടത്തിയ ഗോൾഡ് പ്ലേറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നെങ്കിലും അത് വൈകൽ ഉണ്ടായതിലടക്കം ഇപ്പോൾ SIT ചില സംശയിക്കുന്നുണ്ട്. അതുകൂടി ഗൗരവത്തിൽ പരിശോധിക്കും. മാത്രവുമല്ല, ഈ അടുത്ത മണ്ഡലകാലം സമയത്ത് അത് നട തുറക്കുന്ന സമയത്ത് അവിടേക്കെത്തി ഇക്കാര്യത്തിലൊക്കെ അതായത് സ്വർണ്ണപ്പാളികളെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങളും SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ അന്വേഷണം അതും SIT ആരംഭിച്ചിട്ടുണ്ട്. ജി.കെ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.